ഇപ്പോൾ അഹമ്മദാബാദ് കേരള സമാജം ജനറൽ സെക്രട്ടറി ബെന്നി വർഗീസ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ബെന്നി വർഗീസ്, വളരെ ദാരുണമായ വൻ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 110 മരണമാണ് വിമാന ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിൽ ഞാനിപ്പോൾ സൈറ്റിൽ തന്നെയാണുള്ളത്. ഇവിടെ ക്രാഷുള്ള സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം 200-ൽ പരം ആംബുലൻസും 500-ൽ പരം രക്ഷാപ്രവർത്തകരും ഇവിടെ കണ്ടിന്യൂസ്ലി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇപ്പോഴും പുകപടലങ്ങൾ കൊണ്ട് ഈ ഏരിയ മൊത്തം മൂടിയിരിക്കുകയാണ്. വിമാനത്തിൽ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര പേരെ രക്ഷപ്പെടുത്തി? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രക്ഷപ്പെടുത്തിയതിന്റെ മൊത്തം വിവരണങ്ങളൊന്നും നമ്മൾക്ക് ഇതുവരെ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ടില്ല. കാരണം പ്ലെയിൻ ക്രാഷായ ഏരിയയിലെ പ്ലെയിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും വളരെ ദാരുണമായ ഒരു ക്രാഷാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പുകപടലങ്ങളാണ് ആകാശം മൊത്തം ഇവിടെ പടർന്നിരിക്കുകയാണ്. കുറെ ആൾക്കാരെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാലും കൊണ്ടുപോയവരൊക്കെ ചിലർ അവരുടെ ജീവൻ വെടിഞ്ഞു എന്നാണുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പ്ലെയിന്റെ ക്രാഷ് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ ഏറെ ജീവൻ പോകാനും സാധ്യതയുള്ള ഒരു ക്രാഷാണ് അന്നെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുക. 110 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ രക്ഷപ്പെടുത്തുന്നവരെ ഏത് ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇവിടെ ആണെങ്കിൽ സിവിൽ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. എല്ലാവരെയും തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കാണെങ്കിൽ അന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പറന്നുയർന്ന് 5 മിനിറ്റിനകമാണ് വിമാനം തകർന്നു വീണത്. ഈ അപകട കാരണം അറിയണമെങ്കിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പറഞ്ഞോളൂ. വെറും 1 മിനിറ്റ് കൊണ്ടാണ് 1:38 ടേക്ക് ഓഫ് ചെയ്തു. അതിനുശേഷം 1:39 തന്നെ ഈ പ്ലെയിൻ ആണെങ്കിൽ ക്രാഷായി. തൊട്ടടുത്തുള്ള 1 കിലോമീറ്ററിനുള്ള സ്ഥലത്ത് മേഘാനി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു ഗവൺമെന്റിന്റെ ബിൽഡിംഗ് ഉണ്ട്. IGPയുടെ പഴയ ബിൽഡിംഗ് കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിലോട്ടാണ് വീണിരിക്കുന്നത്. ക്രാഷ്